വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിവാഹാലോചന നടക്കുന്ന സമയത്ത് നമ്മൾ വരനെക്കുറിച്ച് അല്ലെങ്കിൽ വധുവിനെക്കുറിച്ച് പരസ്പരം അന്വേഷിക്കും. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കും. പക്ഷേ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് ഒരു സംശയം. എന്നാൽ ഇനി നിങ്ങളുടെ വിവാഹം നടക്കാനുള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ, നിങ്ങളുടെ മകൻ്റെ ആരുടെയെങ്കിലുമൊക്കെ വിവാഹങ്ങൾ നടക്കാനുണ്ടാകുമല്ലോ, അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മറക്കാതെ അന്വേഷിക്കണം. നിങ്ങൾ കേൾക്കുന്ന വിവാഹം കഴിയാത്ത ഒരു സ്ത്രീയാണ്, പെണ്ണാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വരനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറക്കാതെ ചോദിക്കണം. ഒന്നാമത്തത്, വളരെ പ്രധാനമായി അവൻ്റെ ദീനാണ്. അവൻ്റെ ദീനിനെ കുറിച്ച്, അവൻ്റെ ദീനിയായ കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മളൊരു പക്ഷെ ചോദിക്കാറുണ്ടാകും, ഇല്ലെങ്കിൽ അത് ചോദിക്കണം. രണ്ടാമത്തത് വളരെ പ്രധാനമാണ്, അവൻ്റെ സ്വഭാവം, പെരുമാറ്റ രീതി. നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അവൻ്റെ ഇൻസ്റ്റഗ്രാം എടുക്കും. അവൾ അല്ലെങ്കിൽ അവളുടെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യും അവളുടെ സ്വഭാവം മറ്റുമൊക്കെ, അല്ലെങ്കിൽ അവളുടെ അവൻ്റെ ഫേസ്ബുക്ക് നമ്മൾ പരിശോധിച്ച് നോക്കും. എന്നാൽ അവൻ്റെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്നുമല്ല സ്വഭാവം. അതിൽ നിന്നൊക്കെ അവൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രൂപം കിട്ടുമെങ്കിലും ഏറ്റവും പ്രധാനമായ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ അവൻ്റെ ഒപ്പം നടക്കുന്ന സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബം, ബന്ധപ്പെട്ടവരുമായൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കണം. അതൊക്കെ കഴിയുമോ, അല്ലെങ്കിൽ മോശമല്ലേ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് മറുത്തൊന്നും പറയാനില്ല. മൂന്നാമതായി, അവന് മാതാപിതാക്കളുമായി എങ്ങനെയാണ് ബന്ധമുള്ളത്? മനസ്സിലായോ എന്നറിയില്ല. മാതാപിതാക്കളുമായി അവൻ്റെ ബന്ധം എങ്ങനെയാണ്? അവൻ മാതാപിതാക്കളോട് സ്നേഹമുള്ളയാളാണോ? മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നയാളാണോ? മാതാപിതാക്കളോട് കൂടെ ചേർന്ന് നിൽക്കുന്നയാളാണോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, മാതാപിതാക്കൾ അവനെ എങ്ങനെയാണ് കാണുന്നത്? വലിയ താല്പര്യത്തിലാണോ? ഇഷ്ടമുള്ള കുട്ടിയാണോ മാതാപിതാക്കൾക്ക്? എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നാലാമത്തെ ഒന്ന്, സുഹൃത്തുക്കളോടുള്ള അവൻ്റെ പെരുമാറ്റവും അവൻ്റെ പ്രകൃതവും എങ്ങനെയാണ് എന്ന് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.